ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഗർഭകാലത്തിൻ്റെ 4ാമത്തെ ആഴ്ചയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. 4ാമത്തെ ആഴ്ചയെ ഗർഭകാലത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ബീജസങ്കലനം നടന്ന് അണ്ഡം ഗർഭപാത്രത്തിൽ സ്വയം സ്ഥാപിക്കുന്നു. അതിൻ്റെ കോശങ്ങൾ വളരെ വേഗത്തിൽ വിഭജിക്കാൻ തുടങ്ങുന്നു. കൂടാതെ കുഞ്ഞിൻ്റെ കൈകൾ, കാലുകൾ, തലച്ചോറ്, പേശികൾ എന്നിവയെല്ലാം ഡെവലപ്പ് ആകാനുള്ള പ്രോസസ്സും നടക്കുന്നു. ഈ സമയത്ത് കുഞ്ഞിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.04 ഇഞ്ചസ് ആയിരിക്കും. അതായത് ഒരു ചെറിയ വിത്തിൻ്റെ സൈസ് മാത്രമേ കാണൂ. ഈ സമയത്ത് കുറേ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണിക്കും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ക്ഷീണമുണ്ടായിരിക്കും, പിന്നെ ബ്ലീഡിങ്, വജൈനൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ചിലർക്ക് ഛർദി ഈ 4ാമത്തെ ആഴ്ചയിലാണ് തുടങ്ങുന്നത്. പിന്നെ സ്തനങ്ങളിലെ നിറവ്യത്യാസവും വലിപ്പവും, വയറുവീർക്കൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഈ സമയത്ത് കാണിക്കുന്നത്. ഈ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ല ഹെൽത്തിയായി ലൈഫ് സ്റ്റൈൽ തുടങ്ങണം. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തടയാനായി ചീര, ധാന്യങ്ങൾ പോലുള്ള ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ കുഞ്ഞിൻ്റെ അസ്ഥിക്ക് ബലം കൊടുക്കാൻ സഹായിക്കുന്ന പാല്, ചീസ്, തൈര്, ഓറഞ്ച് ജ്യൂസ് എന്നിവ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇവ കാൽസ്യം കൂട്ടാനും സഹായിക്കുന്നു. പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. പിന്നെ ഈ 4ാമത്തെ ആഴ്ചയിൽ ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യാം, എന്നാലും അത് ഓവർ ആവരുത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്രീനേറ്റൽ വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കണം. പിന്നെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഈ 4th വീക്ക് തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാൻ സാധിക്കും. എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എല്ലാവർക്കും പൊതുവായുള്ളൊരു സംശയമാണ് 4ാമത്തെ ആഴ്ചയെന്ന് പറയുന്നത് എത്രാമത്തെ മാസമാണെന്ന്. നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ 4 ആഴ്ച ഗർഭിണിയാണെന്ന്. അപ്പോൾ എന്നാണ് ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതെന്ന് പലർക്കും ഒരു ഡൗട്ട് തോന്നുന്നൊരു കാര്യമാണ്. ശരിക്കും പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലാസ്റ്റ് പീരീഡ് തുടങ്ങിയ ദിവസം മുതൽ 280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ചയാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഒരു മാസമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. എത്ര വീക്ക് എത്ര മാസമായിട്ട് കണക്ക് കൂട്ടുമെന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ടിടാം. കാരണം നമ്മുടെ നോർമൽ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല പ്രഗ്നൻസി മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഇടുന്ന വീഡിയോസ് ന്യൂ മദേഴ്സിന് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുവാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഇൻ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാനും മറക്കരുതേ. ബൈ ബൈ.